നാട് എൻ വീട് വയനാട് സ്വത്വം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വികാര വായ്പാണ് വയനാടൻ മലനിരകൾക്ക് പറയാനുള്ളത്. തകർന്ന കാർഷിക മേഖല തട്ടിത്തകർത്തത് ഒരു ജനതയുടെ സ്വപ്നങ്ങളായിരുന്നു. കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്ന കർഷകന്റെ വിലാപവും മദ്യലഹരിയിൽ ഹോമിക്കപ്പെടുന്ന സ്ത്രീത്വവും ഈ മണ്ണിന്റെ സ്ഥിരം കാഴ്ചകളായി മാറുന്നു. ജനസംഖ്യയുടെ 20% ആദിവാസികളാണ്. മേലാളന്മാരുടെ ചൂഷണത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ നിരാലംബ ഗോത്രങ്ങൾ. ഏറിയ പങ്കാളുകളും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളാണ്. ഈ സമൂഹത്തോടുള്ള പ്രേക്ഷിത ദൌത്യമാണ് മുക്തി ഡി അഡിഷൻ പ്രവർത്തനങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. നടവയലിലെ കൌൺസിലിംഗ് സെന്ററിൽ ഓരോ മാസവും 10 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. AA മീറ്റിംഗുകൾ ഈ പ്രവർത്തനത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. മിസ്റ്റർ MM ചാക്കോ, സിസ്റ്റർ MG ഏലിയാമ്മ, ഡോക്ടർ സാറ സജി, VC ചാക്കോ എന്നിവർ ചികിത്സാ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകുന്നു. വേൾഡ് വിഷന്റെ സഹകരണം ക്യാമ്പുകൾ ശക്തമാക്കുന്നു. വനത്തിനുള്ളിൽ 11 കിലോമീറ്റർ ഉള്ളിലാണ് ചേകാടി ഗ്രാമം. കിഴക്കൻ മുത്തൂർ സെന്റ് പോൾസ് ഇടവകയാണ് ഇവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നത്. ആദിവാസി മേഖലയിലെ ഒരു ദൌത്യ നിർവഹണ കേന്ദ്രമാണ് ഈ മിഷൻ. ഇത് അമ്പലവയൽ സർക്കാർ ആശുപത്രി. ഇവിടെയുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന നിർധനരായ ആദിവാസികൾക്കും പാവപ്പെട്ട രോഗികൾക്കും സൌജന്യ ഉച്ചഭക്ഷണം നൽകുന്ന പരിപാടിയാണ് സ്നേഹഭോജനം. ജമീൽ ഷാജർ ഇവിടെ അസിസ്റ്റന്റ് സർജനായി PSC അമ്പലവയൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ മാർത്തോമാ സഭയുടെ ആഭിമുഖ്യത്തിൽ ഫാദർ ജോണിന്റെ നേതൃത്വത്തിൽ 2003 നവംബർ 1 മുതൽ ഇവിടത്തെ കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പദ്ധതി ഇവിടെ കുറച്ചു കാലം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ വരുന്ന മിക്കവാറും രോഗികൾ നിർധനരും പാവപ്പെട്ടവരുമായ രോഗികളാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഉച്ചഭക്ഷണ പദ്ധതി എന്തുകൊണ്ടും ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഈ സേവനം എത്ര സ്തുതിച്ചാലും അഭിനന്ദിച്ചാലും ഇത് മതിയാവില്ല എന്ന് നമുക്കറിയാം. ഭക്ഷണം കിട്ടുന്നത് വളരെ സന്തോഷം. എന്നും അച്ഛൻ ഞങ്ങൾക്ക് തിരികെയാവരാകട്ടെ. കർഷകരും കാർഷിക തൊഴിലാളികളുമായ വയനാടൻ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിനായി ഭദ്രാസനത്തിന്റെ ചുമതലയിൽ ആരംഭിച്ചതാണ് ചുള്ളിയോട് സെന്റ് തോമസ് ഇംഗ്ലീഷ് സ്കൂൾ. ഇന്ന് ഈ സ്കൂൾ വളർച്ചയുടെ പാതയിലാണ്. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതായ വയനാട് ജില്ലയിൽ മാർത്തോമാ സഭയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് 52 വർഷങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ 52 വർഷം മാർത്തോമാ സഭയിലൂടെ ഈ പ്രദേശത്തിന് ധാരാളം നന്മകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സഭയുടെ പുരോഗതിയായിരുന്നു കഴിഞ്ഞ 52 വർഷത്തെ പ്രധാനപ്പെട്ടതായ ഊന്നൽ. എന്നാൽ 2003 മുതൽ മാർത്തോമാ സഭയുടെ പുതിയ ഒരു കാൽവയ്പ് വയനാട് ജില്ലയിലുണ്ടായി. ആദിവാസി മേഖല ഉൾപ്പെടെയുള്ളതായ കുടിയേറ്റക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി വയനാട്ടിൽ ബഹുവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാർത്തോമാ സഭയായിട്ട് ആരംഭിച്ചു. ബാല്യങ്ങൾ ഹോമിക്കപ്പെടുന്ന വയനാടൻ മക്കൾക്ക്
പ്രതീക്ഷാനിർഭരമായ പുതിയ പന്ഥാവ് കാണിച്ചുകൊടുക്കുന്ന സംരംഭമാണ് മനസ്സ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. ൽ പരം സാധുക്കുട്ടികൾക്ക് ഈ സെന്ററിന്റെ പ്രയോജനം ലഭ്യമാകുന്നുണ്ട്. സുവിശേഷകൻ മനോജും കുടുംബവും ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നു. ചെറുത്തുനിൽപ്പിന്റെ നാടാണ് കണ്ണൂർ. ഇവിടെയുള്ള ഏക മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പരിയാരത്താണ്. സമീപത്തായി ഗവൺമെന്റ് ആയുർവേദ കോളേജും പ്രവർത്തിക്കുന്നു. കണ്ണൂർ കാസർകോട് ജില്ലയുടെ ഉൾഗ്രാമങ്ങളിൽ നിന്നും ചികിത്സയ്ക്കായി ഇവിടങ്ങളിൽ എത്തിച്ചേരുന്ന സാധുരോഗികളുടെ സഹായ കേന്ദ്രമാണ് 2003 പ്രവർത്തനം ആരംഭിച്ച മാർത്തോമ ദിവ്യ നികേതൻ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്റർ. പാവപ്പെട്ട രോഗികൾക്കും സഹായികൾക്കും മാർഗനിർദ്ദേശവും താമസ സൌകര്യവും സൌജന്യമായി നൽകിവരുന്നു. രോഗികൾക്ക് മരുന്ന് സഹായവും ഭക്ഷണവും നൽകുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ താമസിക്കാനുള്ള ഡോർമെറ്ററി സൌകര്യം ലഭ്യമാണ്. സന്നദ്ധ സേവകരായ വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രക്തദാന സേനയുടെ സേവനം നിരവധി പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമാണ്. ഗൈഡൻസ് സെന്ററിൽ പുതുതായി നിർമ്മിച്ച വൈദിക മന്ദിരത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ അഭിമന്യ തിരുമേനി നിർവഹിച്ചു. സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ സന്നിഹിതയായിരുന്നു. വടക്കേ മലബാറിലെ കുടിയേറ്റക്കാരുടെ കേന്ദ്രമാണ് ചെറുപുഴ. ഇതൊരു മലയോര ഗ്രാമമാണ്. മാർത്തോമ സഭയുടെ സാന്നിധ്യം ഇവിടെ എത്തിയിട്ട് 40 പരം വർഷങ്ങൾ പിന്നിടുന്നു. ജീർണാവസ്ഥയിലെത്തിയ ഇവിടുത്തെ ദേവാലയം പുതുക്കിപ്പണിതത് അടുത്ത കാലത്താണ്. ഭദ്രാസനത്തിന്റെ കീഴിലുള്ള നഴ്സറി സ്കൂൾ, തയ്യൽ, എംബ്രോയിഡറി പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ നിരവധി ഗ്രാമീണ ജനതയ്ക്ക് ഏറെ സഹായകരമായിത്തീരുന്നു. നിർധനരായ ഗ്രാമീണ കുട്ടികളെ മൂല്യബോധവും ദൈവാശ്രയവുമുള്ള തലമുറയാക്കി തീർക്കുവാൻ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന തേജസ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലൂടെ പരിശ്രമിക്കുകയാണ്. സുവിശേഷകൻ പ്രസാദും കുടുംബവും ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നു.